സെക്രട്ടേറിയറ്റിന് വളപ്പിലെ വേലുത്തമ്പി ദളവയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്നതും ഹാരാർപ്പണം നടത്തുന്നതും വിലക്കി പൊതുഭരണവകുപ്പ്. മെയ് 6-നും ജനുവരി 11-നും മാത്രമേ പുഷ്പാർച്ചന നടത്താൻ സാധിക്കുകയുള്ളൂ. അത് ഏതെങ്കിലും മന്ത്രിയോ ചീഫ് സെക്രട്ടറിക്കോ മാത്രമേ അനുവാദമുള്ളൂ. കൂടാതെ മറ്റ് സംഘടനകൾക്കും അനുവാദമില്ല. ഈ സുരക്ഷാ ക്രമീകരണം കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയത്. സെക്രട്ടേറിയറ്റിന് വളപ്പിലെ ധീര ദേശാഭിമാനി വേലുത്തമ്പി ദളവയുടെ പ്രതിമയിൽ ഹാരാർപ്പണം, പുഷ്പാർച്ചന എന്നിവ നടത്തുന്നത് നിരോധിച്ചു. മുഖ്യമന്ത്രിക്ക് കീഴിലെ പൊതുഭരണ വകുപ്പാണ് വിലക്കേർപ്പെടുത്തിയത്. ആരെങ്കിലും വേലുത്തമ്പി ദളവയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താനോ ദർശിക്കാനോ എത്തുന്നുണ്ടെങ്കിൽ അനുവദിക്കരുതെന്നാണ് സുരക്ഷാ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് വിലക്കേർപ്പെടുത്തിയത്. 1802 മുതൽ 1809 വരെ തിരുവിതാംകൂർ രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കുകയും ശത്രുക്കൾക്ക് കീഴടങ്ങാതെ ജീവൻ ത്യജിക്കുകയും ചെയ്ത ദളവയുടെ ഓർമ്മക്കായാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിമ സ്ഥാപിച്ചത്. പ്രതിമയിൽ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ജന്മദിനമായ മെയ് 6-നും കുണ്ടറ വിളംബര വാർഷികമായ ജനുവരി 11-നും സാംസ്കാരിക സംഘടനകളും ട്രസ്റ്റുകളും പൊതുജനങ്ങളും പുഷ്പാർച്ചന നടത്താറുണ്ട്. ഇനി വിശേഷ ദിവസങ്ങളിലും ഉപചാരമർപ്പിക്കാൻ അനുവദിക്കില്ല. മെയ് 6-നും ജനുവരി 11-നും ഏതെങ്കിലും മന്ത്രിയോ ചീഫ് സെക്രട്ടറിയോ പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടത്തും. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. ആഭ്യന്തര വകുപ്പാണ് ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയത്. കൂടാതെ സംഘടനകൾക്ക് മാത്രമല്ല, ട്രസ്റ്റുകൾക്ക്, പൊതുജനങ്ങൾക്ക് ഒന്നും അനുമതി ഇല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനുശ്ര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.